എനിക്ക് സോനുനാണ് ഒരു പ്രശ്നം ഇതുവരെ വരാത്തെ, മാഷാഅല്ലാ ഇനിയും വരാതിരിക്കട്ടെ. സോനുനും ബേബിക്ക് തല്ലുപിടുത്തുണ്ടാവും, എനിക്ക് ബേബിക്ക് തല്ലുപിടുത്തുണ്ടാവും. ഇറ്റ്സ് യൂഷ്വൽ. അല്ലെങ്കിൽ നമ്മള് സ്റ്റാർസ് എന്തോ നന്നായിട്ട് ചേർന്നിട്ടുണ്ട്, എല്ലാം ഷെയർ ചെയ്ത് എല്ലാ കാര്യങ്ങളും അങ്ങനെ ഭയങ്കര അത്ഭുതം. ഇപ്പൊ ഏതൊരു കുടുംബത്താണെങ്കിലും ഈ എന്താ പറയാ, ഈ സിബ്ലിങ്സ് തമ്മിൽ ഭയങ്കര അടിയുണ്ടാവും. ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഞാനൊക്കെ 8 മക്കളാണ്. അവിടെ ആഴ്ചയിൽ 2-3 പൊട്ടും. മിനിമം 2-3 പൊട്ടും. മുട്ടടിയൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാ പോലും ഇത്ര വർഷമായിട്ട് ഇവര് തമ്മിൽ അടിക്കാതെ ഭയങ്കര ഭാഗ്യം. കുറച്ചുകൂടെ എന്തോ അങ്ങനെ തന്നെ നിലനിർത്തല്ലേ. ഇവര് രണ്ടര അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പൊ തന്നെ എന്തെങ്കിലും ടയറൊക്കെ തൂക്കി അല്ല ഞാനൊന്ന് പോയിട്ട് വരാന്നൊക്കെ അങ്ങനത്തെ അവസ്ഥയോ. അതിന്റെ സീക്രട്ട് എന്തായിരിക്കും? അല്ലെങ്കിൽ അല്ല ഇപ്പൊ നമുക്ക് തന്നെ ചിലപ്പോൾ അറിയാമായിരിക്കും, അല്ലെങ്കിൽ ഒരു തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആവാം, അല്ലെങ്കിൽ ആ ഒരു വൈബ് സെയിം ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും അത് ഓർത്തിട്ടുണ്ടാവാം. ആക്ച്വലി നമ്മൾ രണ്ടുപേരുടെ വൈബ് ഒരിക്കലും സെയിം അല്ല. ഞാനിപ്പോ ചിന്തിക്കണേ എന്താണ് തല്ലി പിടിക്കാതെ, അന്നൊന്ന് തല്ലുപിടിച്ച കാണത്തെ ഇപ്പോഴാണ് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും വീൽ ഡിസ്കസ് കാംലി. ഞാൻ എന്ത് പറഞ്ഞാലും ഷീ ലിസൺ. അപ്പൊ സോനൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. വൈബ് രണ്ടിനും ഒന്നല്ല, ഡിഫറെന്റാ. പക്ഷെ ഇവര് തമ്മിൽ തല്ലുപിടിച്ചിട്ടോ അങ്ങനെ വലിയ വിഷയങ്ങളോ ഒന്നും ഫുഡ് ടേസ്റ്റ് ഓൾമോസ്റ്റ് ഒരേപോലെയാണ്. ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ലൈക്ക് വേറെ പീപ്പിളിനോട് അല്ലാത്തത് സോന എന്നോടുണ്ട് കുറച്ച് കാര്യങ്ങൾ. വിൽ ബി സോ ജോളി, എന്നെ ചിരിപ്പിക്കാൻ വേണ്ടി അത് സോന ഒരിക്കലും വേറെ ആളുടെ കാണിക്കൂല. അതായത് ഇവളിപ്പോ എന്തെങ്കിലും കരുതി ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ ഒരു വിഷമോ സ്ട്രെസ് ആയിട്ടിരിക്കണമെങ്കിൽ ഇവള് വന്നിട്ട് കുറെ കോമിക് കാണിക്കും. അത് ഞാൻ പലപ്പോഴും ഇവളെ ചിരിപ്പിക്കാൻ വേണ്ടി ഇവള് ഇരുന്നിട്ട് എന്തെങ്കിലും കോമിക്ക് ഇവിടെ ചിരിക്കണമെന്ന് മനസ്സിലാകുമ്പോ അത് കുറച്ചുകൂടെ ഓവറായിട്ട് അങ്ങനെ പിന്നെ ഇവിടെ ഇതുപോലെ കിടന്ന് ചിരിക്കും. അപ്പൊ അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ. പക്ഷെ ഇവള് പുറത്തൊരാളുടെ അടുത്ത് അങ്ങനത്തെ എന്റെ ആ ഒരു പാട്ട് വേറൊരാളും കണ്ടിട്ടില്ല, ഇങ്ങനെ ഒരു സുഹാന ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് അറിയാനും പാടില്ല. അപ്പൊ ഇവള് വ്ളോഗിൽ പറയും നിങ്ങ കാണുന്ന സുഹാന ഇതല്ല, വേറൊരു ഡാൻസർ ഉണ്ട്, വേറൊരു ആക്ടർ ഉണ്ട്. ഐ ലവ് ദാറ്റ് ക്യാരക്ടർ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കുമ്പോഴും സ്റ്റൊമക്ക് ഇങ്ങനെ കുലുക്കുന്നതായിരുന്നു. അപ്പൊ ഞങ്ങൾ അതന്നെ പുറത്ത് ബേബി പുറത്ത് വന്നപ്പോഴും അവന് ഈ ഇവളിങ്ങനെ ചിരിക്കണ സൗണ്ട് കേട്ട അപ്പൊ അവൻ ചിരിക്കും. ഞാൻ ഉള്ളിൽ കിടന്ന് ഈ ചിരിയല്ലായിരുന്നു, അതുകൊണ്ടാണ് പുറത്ത് വന്നപ്പോൾ ആ ഒരു ചിരി കണ്ടിന്യൂ ചെയ്യണത്. എനിക്കൊന്ന് പ്രഗ്നന്റ് ആയിരുന്ന സമയത്തും എല്ലാ കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്ത് അല്ലേ. ഹോൾ 9 months ഞാൻ ഇവിടെ ആയിരുന്നു. എന്റെ പേരൻസിന്റെ വീട്ടിൽ പോയിട്ടില്ല, ബിക്കോസ് എനിക്ക് അതിന്റെ ആവശ്യം വന്നിട്ടില്ല. അത്ര നന്നായിട്ട് ആൾക്കാർ ഇവക്കൊന്ന് പോയി വീട്ടിൽ പോയി നിന്നൂടെ, ആ സുഹാനേനെ ബഷീർ ഒറ്റക്ക് വിട്ടൂടെ. അതായത് ഈ പബ്ലിക്കലി കമന്റ്സിലൂടെ എന്താ പറയാ തല്ലുപിടിപ്പിക്കാൻ നോക്കും. കമന്റ്സിലൊക്കെ കുറെ കമന്റുകളൊക്കെ ഇങ്ങനെ അങ്ങോട്ട് അടിപ്പിക്കാം. അതെന്താ പറയാ, ആ സുഹാന സുഹാന മഷൂർ ഫോണുണ്ടാവൂല. അവക്ക് അവളുടെ വീട്ടിൽ പോയി നിൽക്കണ്ടെങ്കിൽ പ്രസവം കഴിഞ്ഞില്ല, എന്നിട്ട് വീട്ടിൽ പോയി സുഹാനേനും ബഷീറിനും ഒറ്റക്ക് വിടാൻ സമ്മതിക്കില്ല. ആക്ച്വലി അവള് പോകാണ്ടല്ല, അത്ര ഡേയ്സ് നമുക്ക് എബുവിനെയും കാണാൻ പറ്റൂല, ബേബിനെയും കാണാൻ അത് പറ്റൂല. അത് ഇവിടെ തന്നെ വേണം. പിന്നെ മമ്മ വന്നത് ഞങ്ങൾക്കില്ലാത്ത കൺസേൺ ആണ് നാട്ടുകാർക്ക്. അതാണ് വിറ്റ് അങ്ങനെ കൺസേൺ ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഡയറക്റ്റ്ലി നിങ്ങളുടെ അടുത്ത് വരുന്നവർ ഇപ്പം മീഡിയയിൽ കാണാം, അതല്ലാതെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇറിറ്റേറ്റഡ് ആയിട്ട് കാണുമ്പോൾ ആ പെർട്ടിക്കുലർ ആൾക്കാർക്ക് നിങ്ങൾ റിപ്ലൈ കൊടുക്കാൻ നോക്കാറുണ്ടോ, അല്ലെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെ പോവുകയാണോ ചെയ്യുന്നത്? പണ്ടൊക്കെ അങ്ങനെ 1-2 പേർക്കൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് തെറി പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ചും തെറി പറഞ്ഞിട്ടുണ്ട്. കമന്റില് തെറി പറഞ്ഞിട്ടുണ്ടോ? അത് ഭയങ്കര എൻ്റെ ഉമ്മ മരിച്ചും മകം അപ്പൊക്കെ വിളിച്ചപ്പോൾ തിരിച്ച് ഞാൻ നല്ല വൃത്തി കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്കിതൊന്നും അറിയാൻ പാടായിട്ടൊന്നും അല്ലല്ലോ. ഈ പറയണ ആയിരിക്കണ ഡയലോഗും തെറികളാണെങ്കിലും ചെറിയ വിഷയങ്ങളോ ഇതൊക്കെ നമുക്കറിയാൻ പാടില്ല. നമുക്കറിയാം. നേരിട്ട് ഒരുത്തം വന്നിട്ട് ഇതുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കേട്ടിട്ടിരിക്കും. ചിലപ്പോൾ 2 അടിച്ചു നിന്നിരിക്കും, ഇടിയായി നിന്നിരിക്കും, തെറി ഇങ്ങോട്ട് വരാൻ തിരിച്ചും നമ്മൾ പറയുകയും ചെയ്യും. ഈ സോഷ്യൽ മീഡിയയിൽ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇത് ആദ്യമൊക്കെ നമുക്ക് ചില ടൈമിൽ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമാകുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മനസ്സിലായി അങ്ങനെ പറയാതെ അതിന് മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. ഈ ആൾക്കാരെ വാ മൂടിക്കെട്ടാന്ന് നമുക്ക് പറ്റില്ല എന്നുള്ള മനസ്സിലാക്കി. ആദ്യ സമയത്ത് മനസ്സിന് വിഷമം. പിന്നെ അത് എന്നിട്ട് അപ്പൊ തന്നെ ഇവൾക്ക് സമാധാനം വരാൻ വേണ്ടി അക്കൗണ്ടിൽ കയറി ബാംഗ്ലൂർ വെച്ച് മുട്ടങ്കരസിലായിരുന്നു ഇവള്. ബാംഗ്ലൂർ വെച്ച് ഇവള് സമാധാനം വേണ്ടി ആ കമന്റ് ഇട്ടവന്റെ അക്കൗണ്ടിൽ കയറിയപ്പോഴത്തേക്ക് മൊബൈൽ നമ്പർ അടക്കണ്ടാന്ന് അതിൽ വിളിച്ചിട്ടില്ല.
നല്ലത് ചോദിച്ചു. നല്ല സംസാരം. ലൗഡ് സ്പീക്കർ ഇട്ട് തിരിച്ചോണ്ടിരിക്കും. സുഖം കിട്ടിയല്ലോ നമ്മുടെ സമാനമായില്ലോ എനിക്ക്. But he പക്ഷെ told ഞാൻ the പറയാം പക്ഷേ ഇതോടെ നിർത്തിക്കോ, കേട്ടിട്ടില്ല. ഇനി ഇതൊക്കെ ഒരുപാട് കിട്ടും, അപ്പൊ കൺട്രോൾ ചെയ്യാം. ഇതിപ്പോ നിന്റെ സമാനത്തിന് വേണ്ടി ഞാൻ തിരിച്ച് പറഞ്ഞെന്നുള്ളൂ. It's not the end. ഇനി എപ്പോഴും ഞാൻ ഇങ്ങനെ ആവണമെന്നില്ല, ഇനി എല്ലാം ചിലപ്പോൾ നമുക്ക് കേൾക്കേണ്ടി വരും. അതെ അതെ പ്രതികരിക്കുന്ന രീതിയും മാറും നമ്മൾ നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അതാണ്, അതുകൊണ്ടിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുക, ഇതേപോലെ പതറിപ്പോടുന്നു. വീഡിയോ ഇപ്പൊ ഈ നെഗറ്റീവ് കമന്റ്സ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇറിറ്റേഷൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു നിയമപരമായിട്ട് പോകണമെന്ന് ചിന്തിച്ച സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ നെഗറ്റീവ് കമന്റ്സിനെതിരെ ഒന്നും അങ്ങനെ പോവാൻ എവിടെ പോയി? ഈ സൈബർ സെല്ലൊക്കെ എന്ത് ബിസിയാണെന്ന് അറിയോ? ഈ തൊട്ടയും പിടിച്ചതിനൊക്കെ പോയിട്ട് അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവര് എന്നിട്ട് വന്നേക്കുന്നത് കമന്റ് തെറിയുന്ന പൊന്നു മക്കളെ, ഇവിടെ ഒരുപാട് സൈബർ ക്രൈംസ് കടക്കാൻ ഇവിടെ ഉണ്ട്. ഇനി ഇതിന്റെ ഇടയിൽ നിങ്ങളെ തെറി പറഞ്ഞു പറഞ്ഞ് ഞങ്ങള് അപ്പൊ അവരുടെ സിറ്റുവേഷനിൽ നമ്മൾ ചിന്തിക്കണമല്ലോ. നമ്മളതൊന്നും പോകാറില്ല. ഇതൊക്കെ പറയണമാര് പറയട്ടെ. ഇപ്പൊ വീട്ടിൽ കാണിക്കണം, പുറത്ത് കാണിക്കാത്രേ ഉള്ളൂ. അല്ല ഇതുപോലെ നമുക്ക് ഒരു ഫസ്റ്റ് ടൈമിൽ വീഡിയോ ഇടുമായിരുന്നു. ഓരോരുത്തരുടെ കമന്റ് ഒരാഴ്ച സുഹാന പൊട്ടിത്തെറിച്ചെന്നൊക്കെ പറഞ്ഞു ഞാനൊരു വീഡിയോ ഇട്ടു. അതെനിക്ക് സഹിക്കാൻ പറ്റാതെ അങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒന്ന് രണ്ട് റിയാക്ഷൻ വീഡിയോ അങ്ങനെ കുറച്ച് ചെയ്തിട്ട് പിന്നെ നിർത്തി. അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ എത്ര ഡീസന്റ് വീഡിയോ ആണ്, അതിനകത്ത് ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ പോലും കമന്റിൽ ഉണ്ടാവും. ഒന്നും വേണ്ട, ഈ കമന്റ് ബോക്സ് നോക്കിയാൽ ഇതിന്റെ കമന്റ് ബോക്സ് കിടക്കുന്നുണ്ട്. അതാ പറഞ്ഞ ഈ കാണുന്ന തന്നെ വലിയ എക്സാമ്പിളാണ്. ഇതിപ്പോ കണ്ടോണ്ടിരിക്കുന്ന കമന്റ് ബോക്സില് വലിയ എക്സാമ്പിളാണ്. അതാ പറഞ്ഞ എത്ര നീറ്റായിട്ട് വീഡിയോ പോയാലും ആൾക്കാരെന്തെങ്കിലും പറയട്ടെ, അവരുടെ ഒരു മനസ്സുഖം അതുകൊണ്ടിട്ട് അവര് സൂഹിക്കുന്നുണ്ടെങ്കിൽ സുഖം കിട്ടിക്കോട്ടെ. അതെല്ലാം പറയാം, വീട്ടിൽ കാണിക്കണല്ലേ പുറത്തും കാണിക്കുള്ളൂ. പിന്നെ നമുക്ക് അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സമയം വേസ്റ്റ് ആകത്തുള്ളൂ. പിന്നെയും പറയുമ്പോ സുഹാന എങ്ങനെ പറ്റണം, എങ്ങനെ സഹിക്കണം. ഞാൻ ഇത് കല്യാണം കഴിഞ്ഞ 5 വർഷം കഴിഞ്ഞ കൊച്ചുമായി. ഞാനിനി എങ്ങനെ കൊച്ചുമായി ഇത് കഴിഞ്ഞിട്ട് ഇപ്പോഴും അവള് അതുമല്ലാതെ അവളെ സമ്മതിക്കണം, ഇങ്ങനെ വിളിച്ചു വരുത്തി അങ്ങനെ. ഞാനപ്പൊ ഇത് വായിച്ചിട്ട് ഞാൻ പറയും, 5 വർഷം കഴിഞ്ഞ് കൊച്ചായി ഇപ്പോഴും നീ ഒരേ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചോണ്ടിരിക്കണം. അവർക്ക് തന്നെ കാണാം ഫേക്ക് ആണ്. അങ്ങനെ നമുക്ക് എത്ര ദിവസം ഫേക്ക് ചെയ്യാൻ പറ്റും? ഇപ്പൊ ആൾക്കാര് സോഷ്യൽ മീഡിയ പറയാം അതൊക്കെ ഭയങ്കര അഭിനയിക്കും. അവർക്ക് ഇതൊക്കെ വീട്ടിൽ ചെന്ന് കാണും. ഈ ഫേക്ക് ആണെങ്കിൽ, അതായത് ഇതൊക്കെ അഭിനയമാണെന്നുണ്ടെങ്കിൽ ഒരു വീട്ടില് ഒന്നിച്ച് ഒരാഴ്ച താമസിക്കാൻ പറ്റില്ല. 3-ൽ 1 ചത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അടിച്ചു പിരിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ 5 വർഷമൊക്കെ എങ്ങനെ നിൽക്കും? പറ്റൂല, ഒരിക്കലും പറ്റൂല. അത് എന്റെ മക്കള് ഞങ്ങളെക്കാട്ടി ഭയങ്കര സന്തോഷം. അവർക്ക് ഈ 2 ഉമ്മമാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ജീവനാണ്. നമ്മുടെ 2 മക്കളും സൈഗു സ്കൂളിൽ പോയാൽ പറയേ എന്റെ ഉമ്മ, എനിക്ക് 2 ഉമ്മ ഉണ്ടെന്ന് പറയും. 2 ഉമ്മ. എന്റെ ഉമ്മ പ്രഗ്നന്റ് ആണ്, എന്റെ ഉമ്മ മഷൂമി പ്രഗ്നന്റ് ആണ്. അപ്പൊ എന്ത് അവന് സ്കൂളിൽ കിട്ടിയാലും അവന് ഭയങ്കര ബോണ്ടിങ്. സുനുവിനായാലും സൈഗുനും ബോണ്ടിങ് മഷു ആയിട്ടാണ് അവര്. ഞാൻ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങനെ വഴക്ക് പറഞ്ഞ ഉമ്മിമ്മ. ഇത് കമ്പനി മോം ടൈപ്പ് ആണ്, ഇതൊരു ഫ്രണ്ട് ടൈപ്പ് ആണ്. അപ്പൊ എന്ത് കിട്ടിയാലും സ്കൂളില് ബർത്ത്ഡേ ആണെങ്കിലും കിഡ്സിന്റെ ബർത്ത്ഡേ ആണെങ്കിലും പറയും മഷുമിക്ക് ഒന്ന് തന്നെ ഓട്ടാന്ന് പറയും. ഒരു ചോക്ലേറ്റ് എക്സ്ട്രാ, ഒരു ചോക്ലേറ്റ് ആയാലും. ബ്രെഡ് ഫാക്ടറി പോയായിരുന്നു സ്കൂളിൽ നിന്ന്. സ്കൂളിൽ പോയിട്ട് പറഞ്ഞാൽ മഷുമി പ്രഗ്നന്റ് ആണ്, ഒരു ബ്രെഡ് മഷുമിക്ക്. അല്ല പിള്ളേർക്ക് അല്ല, പൊതുവെ അവരും തന്നെ ശുദ്ധ മനസ്സിലാണല്ലോ. അപ്പൊ വീട്ടില് നമ്മ എന്ത് കിട്ടണോ അതേ അവര് പുറത്തും പറയുള്ളൂ.